രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി ട്രാൻസ്ജെൻഡർ അവന്തികയും രംഗത്ത് വരികയാണ്. തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ് രാഹുൽ മെസ്സേജ് അയച്ചുവെന്ന് അവന്തിക ആരോപിക്കുന്നു. ഹൈദരാബാദിലോ ബംഗളൂരുവിലോ എത്താൻ രാഹുൽ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ പെരുമാറ്റം മാനസികമായി തളർത്തിയെന്നും അവന്തിക പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ലൈംഗിക വൈകൃതപരമായിട്ടുള്ള 2 മെസ്സേജുകളാണ്. അതായത് പിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം, നീ ഒന്നെങ്കിൽ ഹൈദരാബാദിലേക്ക് പോകാം അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകാം എന്ന 2 മെസ്സേജുകളാണ് എനിക്ക് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നിരന്തരമായ അയാളുടെ കോളുകളും മെസ്സേജുകളും ഉണ്ടായിട്ടുള്ളതാണ്. മോശമായ രീതിയിൽ തന്നെയാണ്. വിവരങ്ങളുമായി ബിനിലാണ് കൊച്ചിയിൽ ചേർന്നത്. ബിനിൽ, വളരെ ഗൗരവമുള്ള ആരോപണമാണ് അവന്തികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി അവർ വിശദീകരിക്കുന്നുണ്ട്? രതീഷ്, കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിചയമാകുന്നത് എന്നാണ് അവന്തിക പറയുന്നത്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇയാൾ പലപ്പോഴും ആദ്യഘട്ടത്തിലൊക്കെ വളരെ മാന്യമായാണ് പ്രതികരിച്ചിരുന്നത് എന്നാണ് അവന്തിക പറയുന്നത്. പക്ഷെ പിന്നീടാണ് ഇയാളുടെ സ്വഭാവം മാറുന്നത്. പലരോടും കാണിച്ചതുപോലെ ഈ അവന്തികയോടും ഇയാൾ കാണിച്ചു. ഇതിൽ അവർ ഈ പ്രധാനമായും ഈ ടെലഗ്രാം ഉപയോഗിച്ചുകൊണ്ടുള്ള ചാറ്റുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നത്. ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് പോകുന്ന രീതിയിലുള്ള ആ സംവിധാനത്തിലാണ് ഇയാൾ ഈ മെസ്സേജുകളൊക്കെ അയച്ചിരുന്നത് എന്നതാണ് അവന്തിക ഇപ്പോൾ പറയുന്നത്. ഇതിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവന്തികയോട് ഇയാൾ പറയുന്നത് തന്നെ ബലാത്സംഗം ചെയ്യും എന്ന രീതിയിലാണ് അവരോട് പറഞ്ഞത് എന്നതാണ്. അതിന് ഹൈദരാബാദിലേക്കോ ബംഗളൂരുവിലേക്കോ വരണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. സാധാരണ നമുക്ക് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ, ചില ചാറ്റുകളൊക്കെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് അവന്തിക പറയുന്നത്. അത് ഈ സംഭവം ഈ പുറത്തു പറയരുതെന്ന് മുൻപ് തന്നെ അവന്തികയോട് ഇയാൾ പലവട്ടം പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ വിവാദങ്ങൾ ഉണ്ടായി. ഇന്നലെ ഒരു തുറന്നു പറച്ചിലുണ്ടാകുന്നു. പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും ഇന്നലെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൾമുനയിലേക്ക് വരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ തുടർച്ചയായി അവന്തികയുടെ ഫോണിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കുകയായിരുന്നു. അവർ ആദ്യം ഫോൺ എടുത്തില്ല, പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ താൻ വാർത്താ സമ്മേളനത്തിലാണ് എന്ന രീതിയിലേക്കാണ്, അതിനുള്ള തയ്യാറെടുപ്പുകളിലാണെന്ന് പറഞ്ഞ അയാൾ ഫോൺ വെച്ചു. എന്തായാലും ഇവരുടെ ഭാഗം പുറത്തു പറയരുത് എന്നത് ഉദ്ദേശിച്ചു വിളിച്ചു എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ദുരനുഭവം അവർ പുറത്തു പറഞ്ഞ ശേഷം അവർക്ക് സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന വലിയ അറ്റാക്കിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അത് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർത്ത പങ്കുവയ്ക്കുന്ന സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ അതിന് താഴെ വന്ന് പലരും അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്നാണ് അവന്തിക പറയുന്നത്. എന്തായാലും ഒരു നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും ഇക്കാര്യത്തിൽ എന്നത് അവർ ആലോചിക്കുകയാണ്. ഒരുപക്ഷെ അവർ നാളെ പരാതി നൽകാനുള്ള സാധ്യതയുമുണ്ട്. രതീഷ്.